പാലക്കാട്ടെ ലഹരിവേട്ടയിൽ പിടിയിലായവർക്ക് പിന്നിൽ അന്തർ സംസ്ഥാന ലഹരി മാഫിയെന്ന് പോലീസ്. ഒരു യുവതി ഉൾപ്പെടെ 3 പേരാണ് 1 കോടി രൂപ വിലമതിക്കുന്ന മയക്കുമരുന്നുമായി പിടിയിലായത്. മണ്ണാർക്കാട് സ്വദേശി സലീമാണ് കേസിലെ മുഖ്യപ്രതിയെന്ന് പോലീസ് പറയുന്നു. ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായായിരുന്നു പരിശോധന. സമീപകാലത്ത് കേരള പോലീസ് നടത്തിയ ഏറ്റവും വലിയ ലഹരി വേട്ടകളിൽ ഒന്ന് തന്നെയാണ് പാലക്കാട് നടന്നത്. ഇതിൽ MDMA, കൊക്കെയിൻ, ഹൈബ്രിഡ് കഞ്ചാവ്, LSD സ്റ്റാമ്പ് തുടങ്ങി എല്ലാവിധ നിയമവിരുദ്ധമായ ലഹരി ഉൽപ്പന്നങ്ങളും പിടിച്ചെടുത്തിട്ടുണ്ട്. MDMA തന്നെ 3/4 കിലോയിലധികം വരും. അതുകൊണ്ട് തന്നെ വലിയ ഒരു തുക, 1 കോടിയിലധികം രൂപയുടെ മൂല്യം വരുന്ന ലഹരി ഉൽപ്പന്നങ്ങളാണ് പോലീസ് പിടിച്ചെടുത്തത്. 3 പേരാണ് പിടിയിലായത്. കോട്ടയം കാഞ്ഞിരപ്പള്ളി സ്വദേശി മുഹമ്മദ് നിഷി, മലപ്പുറം വേങ്ങര സ്വദേശി മുഹമ്മദ് അസറുദ്ദീൻ്റെ ഭാര്യയായ ദക്ഷിണ കന്നഡ സ്വദേശി ഫാത്തിമ എന്നിവരെയാണ് പോലീസ് പിടികൂടിയത്. ഇവരുടെ വാഹനത്തിൽ നിന്നാണ് പോലീസ് ഈ ഒരു ലഹരി ഉൽപ്പന്നങ്ങളൊക്കെ തന്നെ കണ്ടെത്തിയത്. ഇതിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് പോകുമ്പോൾ പോലീസ് പറയുന്നത്, പാലക്കാട് നിന്ന് ഒരു കഞ്ചാവ് കടത്തു സംഘത്തിലെ ഒരാളെ പോലീസ് പിടികൂടിയിരുന്നു. ഇയാളിൽ നിന്ന് ലഭിച്ച നിർണായക വിവരങ്ങളാണ് ഇത്രയും വലിയ ഒരു ലഹരി വേട്ടയിലേക്ക് എത്തിയത്. അതിനെ തുടർന്ന് ഇതിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ആളെ, സാമ്പത്തിക സ്രോതസ്സായിട്ടുള്ള ഒരു വ്യക്തിയെ, മണ്ണാർക്കാട് സ്വദേശിയാണ്, സലീം എന്നാണ് പേരെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അയാളെ പോലീസ് പിടികൂടി. അയാളിൽ നിന്നും ലഭിച്ച വിവരങ്ങൾ, അല്ലെങ്കിൽ അയാൾ വഴിയാണ് ഇപ്പോൾ ഈ വലിയ സംഘത്തെ, ഈ 3 അംഗ സംഘത്തെ പോലീസ് പിടികൂടിയത്. ബംഗളൂരിൽ നിന്നാണ് ഈ ഒരു ലഹരി കടത്തുന്നുണ്ടായിരുന്നത്. തമിഴ്നാട് കുനിയമുത്തൂർ ഭാഗത്തു നിന്ന് തന്നെ പോലീസ് ഈ ലഹരി കടത്തുകാരുടെ വാഹനത്തെ പിന്തുടരുന്നുണ്ടായിരുന്നു. പോലീസ് അവരെ പിന്തുടരുന്നെന്ന് കണ്ട് അവർ റൂട്ട് മാറ്റി രക്ഷപ്പെടാൻ ശ്രമിച്ചു. വേലന്താവളം വഴി ചിറ്റൂരിലേക്ക് റൂട്ട് മാറ്റിയായിരുന്നു അവർ രക്ഷപ്പെടാൻ ശ്രമിച്ചത്. പക്ഷേ ഓലക്കോട് ജംഗ്ഷനിൽ വെച്ച് പോലീസ് അവരെ വാഹനം തടഞ്ഞു നിർത്തി അതിസാഹസികമായിട്ടാണ് ഇവരെ പിടികൂടിയത്. തുടർന്ന് 3 മണിക്കൂറിലധികം നീണ്ടുന്ന പരിശോധനയ്ക്ക് ശേഷമാണ് അവരുടെ വാഹനത്തിൽ നിന്നും ലഹരി മരുന്ന് കണ്ടെത്തിയത്. ഇത് പെട്രോൾ ടാങ്കിന്, ഇന്ധന ടാങ്കിന് അടുത്ത് ഒളിപ്പിച്ച നിലയിലായിരുന്നു. വളരെ വലിയ ആസൂത്രണമാണ് ഇതിൽ ഉണ്ടായിരിക്കുന്നത്. റെൻ്റേക്കാർ ഉപയോഗിച്ചാണ് ഇവർ ലഹരി കടത്താൻ ഉപയോഗിച്ചിരുന്നത്. വാഹനം വാടകയ്ക്ക് നൽകിയവരെ കബളിപ്പിച്ചിട്ടാണ് അവർ ഈ വാഹനത്തിൽ ലഹരി ഒളിപ്പിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. എന്നാണെങ്കിലും ഇത് വലിയ ഒരു സംഘത്തിൻ്റെ കണ്ണികളാണ് പിടിയിലായ 3 പേരുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഇതിൽ അസറുദ്ദീൻ മുൻപും MDMA കേസുകളിൽ ഉൾപ്പെട്ട വ്യക്തിയാണ്. മറ്റുള്ളവരുടെയും ക്രൈം ഹിസ്റ്ററിയെക്കുറിച്ച് പോലീസ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു. 1 കോടിയിലേറെ രൂപയുടെ മൂല്യമുണ്ട് ഇതിന് എന്നാണ് പോലീസ് പറയുന്നത്. എന്നാണെങ്കിലും ബംഗളൂരു കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണം ഇതിൻ്റെ ഭാഗമായി നടക്കുന്നു. ഇതിൻ്റെ പ്രധാനപ്പെട്ട സ്രോതസ്സുകളിലേക്ക് ഏറെ വൈകാതെ അന്വേഷണം എത്തുമെന്നുമാണ് പോലീസ് ഉദ്യോഗസ്ഥർ നൽകുന്ന സൂചന. CV അനുമോദ്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.